ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കായി പുതിയ യാത്രാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച അധികൃതർ. യാത്രക്കാരുടെ തിരക്കും കർശനമായ സുരക്ഷാ ഇമിഗ്രേഷൻ പരിശോധനകളും കണക്കിലെടുത്താണ് നടപടി. അതേസമയം 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വാർഷിക നഷ്ടം 22,238 കോടിയായി ഉയർന്നുവന്ന റിപ്പോർട്ടുകൾ. ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കായി പുതിയ യാത്രാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അധികൃതർ. വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ തിരക്കും കർശനമായ സുരക്ഷാ ഇമിഗ്രേഷൻ പരിശോധനകളും കണക്കിലെടുത്താണ് പുതിയ നടപടി. പുതിയ നിർദ്ദേശപ്രകാരം വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാർ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ബോർഡിംഗ് ഗേറ്റിൽ എത്തിച്ചേരുകയും 1.5 മണിക്കൂർ മുൻപെങ്കിലും ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. നിശ്ചിത സമയത്തിന് മുൻപായി ബോർഡിംഗ് ഗേറ്റുകൾ അടയ്ക്കുമെന്നും വിമാന കമ്പനി പുറപ്പെടുവിച്ച അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. യാത്രക്കാർ ആവശ്യത്തിന് സമയം കണക്കാക്കി വിമാനത്താവളങ്ങളിൽ എത്തണമെന്നും യാത്രാരേഖകൾ കൃത്യമായി കൈവശം കരുതണമെന്നും എയർ ഇന്ത്യ ഗ്രൂപ്പ് പുറത്തുവിട്ട നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കായി പ്രത്യേക അധിക ബാഗേജ് ഓഫറും കമ്പനി പ്രഖ്യാപിച്ചു. ഓഫർ പ്രകാരം 30 കിലോഗ്രാമിനൊപ്പം 5 കിലോഗ്രാം അധിക ബാഗേജ് വെറും 1 ഒമാനി റിയാലിന് ലഭിക്കും. ഈ ഓഫർ ഓഗസ്റ്റ് 15 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കും ഒക്ടോബർ 15 വരെ യാത്ര ചെയ്യുന്നവർക്കുമാണ് ലഭിക്കുക. വിമാനങ്ങളിലെ സീറ്റുകളുടെ ലഭ്യതയും ബുക്കിംഗ് സമയത്തെ നിബന്ധനകളും അനുസരിച്ചായിരിക്കും ഓഫർ ലഭ്യത. അതിനിടെ ടാറ്റ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസ് 2025-26 സാമ്പത്തിക വർഷത്തിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം 21.8% ഉയർന്ന് 31,961 കോടിയായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻ സാമ്പത്തിക വർഷത്തിൽ ഇത് 26,232 കോടിയായിരുന്നു. കമ്പനിയുടെ പ്രവർത്തന വരുമാനം 9% വർദ്ധിച്ച് 42,367 കോടിയിലെത്തിയപ്പോൾ മുൻവർഷം ഇത് 38,860 കോടിയായിരുന്നു. കമ്പനിയുടെ മൊത്തം ആസ്തി 2.1 ലക്ഷം കോടിയിലേറെയും അറ്റമൂല്യം 1.4 ലക്ഷം കോടിയിലേറെയും എത്തിയതായി വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ ഗ്രൂപ്പിന്റെ വിമാന കമ്പനിയായ എയർ ഇന്ത്യയുടെ സാമ്പത്തിക പ്രകടനം ഇപ്പോഴും സമ്മർദ്ദത്തിലാണെന്നാണ് വിവരം. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വാർഷിക നഷ്ടം 22,238 കോടിയായി ഉയർന്നിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയിലധികമാണ്. ഇന്ധനവിലയിലെ വർധന, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനെ തുടർന്നുള്ള ദൈർഘ്യമേറിയ റൂട്ടുകൾ, ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, വിമാനങ്ങളുടെ നവീകരണ ചെലവുകൾ എന്നിവയാണ് നഷ്ടം വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളായി ടാറ്റ സൺസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.